റഷ്യ വമ്പൻ ഓഫറുമായിട്ട് ഇന്ത്യയെ സമീപിച്ചിരിക്കുകയാണ്. ഈ അമേരിക്ക ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ 5ാം തലമുറ വിമാനം F-35 വേണ്ട എന്ന അമേരിക്കയുടെ മുഖത്ത് നോക്കി ചങ്കൂറ്റത്തോടുകൂടി പറഞ്ഞ കാഴ്ച നമ്മളെല്ലാവരും കണ്ടു. ഇപ്പോഴിതാ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അങ്ങനെ ഈ പ്രതിരോധ രംഗത്ത് ചെറിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടായെങ്കിലും നമ്മളിപ്പോൾ ഈ റഷ്യയുടെ ഒരു വലിയ ഓഫർ ഇന്ത്യക്ക് വന്നിരിക്കുകയാണ്. എന്താണ് സാർ ഈ റഷ്യ ഇന്ത്യ സഹകരണം വലിയ തോതിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ഗുണം ചെയ്യുന്നു? പ്രശാന്ത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷം ബെയ്ജിങ്ങിനെ കേന്ദ്രമാക്കിക്കൊണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലതുപക്ഷം മോസ്കോയെ കേന്ദ്രമാക്കിക്കൊണ്ടും ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം കൊണ്ടുവരാൻ വേണ്ടി യത്നിച്ചു. അതിൽ ഇടതുപക്ഷം രണ്ടായിട്ട് പിളർന്ന് അതിൻ്റെ ഒരു വിഭാഗം CPI ML ആയിട്ട് മാറി. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് മാവോയിസ്റ്റ് എന്നും പറഞ്ഞ് പല വിഭാഗങ്ങളായി പിരിഞ്ഞ് മാവോയുടെ പ്രത്യയശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ അതായത് ലോങ് മാർച്ച് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലും ഭരണകൂടങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു വിപ്ലവത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയതിൻ്റെ ഫലമാണ് ഇന്ത്യയിലെ മാവോയിസ്റ്റ് പ്രസ്ഥാനം. അതിന് വയനാട് മുതൽ അങ്ങ് ഛത്തീസ്ഗഡ് വരെ ബസ്തർ ജില്ല വരെ ഒരു കോറിഡോർ ഉണ്ടാക്കി അവിടുത്തെ ആദിവാസികളെ എല്ലാം തോക്കിൻ മുനയിൽ നിർത്തിയും ഒക്കെ കുറേ കാലം അതിൻ്റെ വിപ്ലവങ്ങൾ നടത്താൻ പറ്റി. പക്ഷേ അതിൻ്റെ ഇരകളായത് പലപ്പോഴും BC ശുക്ലയെ പോലുള്ള വലിയ രാഷ്ട്രീയ നേതാക്കളും പലപ്പോഴും പാവപ്പെട്ട ഉപജീവനത്തിന് വേണ്ടി പോലീസ് തൊഴിൽ സ്വീകരിച്ച മർദ്ദനോപകരണങ്ങൾ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന തൊഴിലാളികളുമാണ്. ഞാൻ പോലീസുകാരെ യൂണിഫോം ഇട്ട തൊഴിലാളികൾ. അപ്പോൾ തൊഴിലാളി വർഗത്തിന് വേണ്ടി നിലകൊണ്ട പ്രോളിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പിന് വേണ്ടി നിലകൊണ്ട ആ പാർട്ടികളിപ്പോൾ എന്താ ചെയ്യുന്നത്? തൊഴിലാളികളെ തന്നെ കൊന്നൊടുക്കി, ആദിവാസികളെ കൊന്നൊടുക്കിയും ഭീഷണിപ്പെടുത്തിയും ഭീകരവാദം സൃഷ്ടിച്ചുകൊണ്ട് വിതച്ചുകൊണ്ട് അവിടെ സംഹാരതാണ്ഡവം നടത്തി ഏതാനും വർഷങ്ങൾ കോൺഗ്രസിൻ്റെ കാലത്ത്. പക്ഷേ ഇന്നിപ്പോൾ അമിത് ഷാ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി പ്രതിജ്ഞാബദ്ധനാണ്. അവരുടെ ആ വഴി പിഴച്ച പോക്ക് തടയാൻ അദ്ദേഹം അതിൽ വിജയിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 99% മാവോയിസ്റ്റ് തീവ്രവാദം എന്ന് പറയുന്ന അവർ പറയുന്ന ആ വിപ്ലവത്തിൻ്റെ അടിവേരുകൾ അറുത്തു കളഞ്ഞിരിക്കുന്നു. ഇനി ശേഷിക്കുന്ന 1% അടുത്ത വർഷത്തോടെ ഇല്ലാതാക്കുകയാണ്. മറ്റൊന്ന്, മോസ്കോ വഴി ഇന്ത്യയിൽ വിപ്ലവം ചുവന്ന നക്ഷത്രത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചത് അപ്പാടെ പരാജയപ്പെട്ടു. കാരണം ഗോർബച്ചേവ് വന്നതോടുകൂടി സോവിയറ്റ് യൂണിയനിലേക്ക് കമ്മ്യൂണിസവും തകർന്നു. ഒരു പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബംഗ്ലാദേശ് യുദ്ധകാലത്ത് നമ്മുടെ ഒപ്പം ആരുമില്ലായിരുന്നു. ജവഹർലാൽ നെഹ്റു പിന്തുടർന്ന ആ ചേരാ നയത്തെ തുടർന്ന് നമുക്കൊരു ബന്ധുക്കളും ഇല്ലാത്ത ഒരു യുദ്ധമാണ് പാകിസ്ഥാനെതിരെ നമ്മൾ നടത്തിയത്. സോവിയറ്റ് യൂണിയൻ പക്ഷം ചേരാതെന്നു. അമേരിക്ക വലിയ പിന്തുണയായിരുന്നു പാകിസ്ഥാന്. അവരുടെ കപ്പൽപ്പട ഉൾപ്പെടെ ഇന്ന് ഇസ്രായേലിനെ എങ്ങനെ അവർ സംരക്ഷിക്കുന്നു അതുപോലെ അന്ന് പാകിസ്ഥാനെ സംരക്ഷിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടോ? ഇപ്പോഴും പക്ഷേ സോവിയറ്റ് യൂണിയൻ തകർന്ന് തരിപ്പണമാക്കി ഗോർബച്ചേവ് അമേരിക്കയിലേക്കും പോയപ്പോഴും റഷ്യ എന്ന് പറയുന്ന ആ സോഷ്യലിസ്റ്റ് പിതൃഭൂമി എന്ന് പേര് വിശേഷിപ്പിക്കുന്ന രാജ്യം പാകിസ്ഥാനെ അമിതമായിട്ട് അവർ തമ്മിൽ ബന്ധങ്ങളുണ്ടായി ഇടക്കാലത്ത്. ഇന്ത്യ അമേരിക്കയോട് ചാഞ്ഞപ്പോൾ മാത്രമാണത്. പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ത്യയുടെ കൂടെ നിന്ന് പിന്തുണച്ച് ഭീകരവാദികൾക്കെതിരെ വിരൽ ചൂണ്ടിയത് ഞങ്ങൾ ഇതൊരു യുദ്ധമാണ് യുക്രൈനിൽ നിന്ന് നേരിടുന്നതെന്ന് നേര് പറഞ്ഞ രാജ്യം റഷ്യ എന്ന് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പിന്നിലെ തിളക്കമാർന്ന വിജയത്തിൻ്റെ ശക്തി സ്രോതസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിഫൻസ് കമാൻഡ് സിസ്റ്റമാണ്. ആ സിസ്റ്റം എന്ന് പറയുന്നത് SU-400 എന്ന് പറയുന്ന സിസ്റ്റമാണ്. അതിൻ്റെ 1000 കിലോമീറ്റർ പരിധിക്ക് അപ്പുറത്ത് വന്ന പാകിസ്ഥാൻ്റെ ചാരവിമാനമായിട്ടുള്ള അവാക്സിനെ പോലും അത് തകർത്തു തരിപ്പണമാക്കി, തിരിച്ചു പോകാൻ കഴിയാത്ത വിധം തകർത്തു തരിപ്പണമാക്കി അതിൻ്റെ വിശ്വാസ്യത തെളിയിച്ചു. F-35 എന്ന് പറയുന്ന അമേരിക്കൻ വിമാനങ്ങൾ ഉണ്ടായിരുന്നു പാകിസ്ഥാന്. അതിൽ 5 എണ്ണത്തിനെ നമ്മുടെ കമാൻഡ് സിസ്റ്റവും പട്ടാളവും കൂടി ചേർന്ന് തകർന്നു. അപ്പോൾ അമേരിക്കയുടെ ആയുധങ്ങളുടെ വിശ്വാസ്യത തകരുകയും റഷ്യൻ ആയുധങ്ങളുടെ വിശ്വാസഗോപുരം ഉയരുകയും ചെയ്തു. അതിന് പുറമെയാണിപ്പോൾ
ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടി യാതൊരു കണ്ടീഷനും ഇല്ലാതെ ഇന്ത്യയിൽ തന്നെ നിങ്ങൾ നിർമ്മിച്ചോളൂ, ഞങ്ങൾക്കൊരു പങ്കുമില്ല, ഞങ്ങൾ സഹായിക്കാം, ഞങ്ങൾ പഠിപ്പിക്കാം, ഇന്ത്യയിൽ തന്നെ ആത്മനിർഭർ ഭാരതിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും പുതിയ ആയുധങ്ങൾ സമ്മാനിക്കും. ഞാൻ ഈ വിപ്ലവത്തിൻ്റെ കാര്യം നേരെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഇന്ത്യയിലെ ഡിഫൻസ് സിസ്റ്റത്തിന്, നമ്മുടെ യുദ്ധതന്ത്രത്തിൽ ഒരു വിപ്ലവം ഇനി സൃഷ്ടിക്കാൻ പോവുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. അതിനു മുമ്പ് ഇത് ഞാൻ പറയുന്നതല്ല, ഞാനൊരു പ്രതിരോധ വിദഗ്ധനല്ല, പക്ഷെ പറഞ്ഞത് പ്രതിരോധ വിദഗ്ധനായിട്ടുള്ള റഷ്യൻ നാഷണൽ ഡിഫൻസ് എന്ന് പറഞ്ഞൊരു മാസികയുണ്ട്. ആ മാസികയുടെ എഡിറ്റർ ഇൻ ചീഫായിട്ടുള്ള ഇഗോർ കൊറോട്ട് കോട്ട് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ മാസികയിൽ നിന്ന് കോട്ട് ചെയ്ത വരികൾ. ഇന്ത്യയിൽ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൽ വലിയൊരു വിപ്ലവം, അങ്ങനെ റഷ്യയുടെ സഹായത്തോടു കൂടിയുള്ള, സോവിയറ്റ് യൂണിയൻ്റെ അല്ല, അതാണ് CPI ശ്രമിച്ചത്, അത് പൊളിഞ്ഞു. ഇതാ ഇപ്പോൾ മോസ്കോയുടെ സഹായത്തോട് മോദി ഇന്ത്യയിൽ വിപ്ലവം കൊണ്ടുവരികയാണ് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൽ. ആ വിപ്ലവം വിജയിക്കും. കാരണം എന്തെന്നാൽ S-400 കൊണ്ട് തന്നെ നമ്മൾ പാകിസ്ഥാനെ തരിപ്പണമാക്കി. പക്ഷേ ഇപ്പോൾ വരാൻ പോകുന്നത്, അതുപോലെ നമ്മുടെ ബ്രഹ്മോസും ഉണ്ട്. ബ്രഹ്മോസും മോസ്കോവുമായിട്ട് ബന്ധമുള്ളത് അറിയാമല്ലോ. ബ്രഹ്മോസ് എന്ന് പറയുന്നത് മോസ്കോയാണ് സൂചിപ്പിക്കുന്നത്, എല്ലാവർക്കും അറിയാവുന്നത്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് S-500 ആണ്. സുദർശന ചക്ര 500 അതാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതായത് അടുത്ത തലമുറയിലേക്ക് പ്രവേശിക്കും. S-400 തോൽപ്പിക്കാൻ തുർക്കിയും ചൈനയും അമേരിക്കയും പാകിസ്ഥാനും ഒക്കെ ചേർന്ന് ശ്രമിച്ചിട്ടും കഴിഞ്ഞു. അവർ സംഹാര നൃത്തമാടി, ശിവന്റെ സംഹാര നൃത്തം പോലെ, നടരാജ സംഹാര താണ്ഡവം പോലെ, നടരാജ നൃത്തം പോലെ തകർത്ത് തരിപ്പണമാക്കി. അതിൻ്റെ കൂടിയ സാധനമാണ്, അടുത്ത ജനറേഷനാണ് കട്ടിംഗ് ദ എഡ്ജ് ടെക്നോളജി, സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ആയിട്ടുള്ള S-500 വരുന്നത്. അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അത് ഹൈപ്പർസോണിക് എന്ന് പറഞ്ഞാൽ, സൂപ്പർസോണിക് എന്ന് പറഞ്ഞാൽ ശബ്ദത്തേക്കാൾ വേഗമുള്ളത്, അതിൻ്റെയും 7 ഇരട്ടി ഉള്ളതാണ് ഈ ഹൈപ്പർസോണിക്. അങ്ങനെയുള്ള വിമാനങ്ങൾ, അതിൻ്റെ ഒരു കുഴപ്പം അല്ലെങ്കിൽ ഗുണമെന്ന് പറയുന്നത്, അത് റഡാറിൽ ഒരിക്കലും അതിൻ്റെ സിഗ്നൽ തെളിയുകയില്ല. കാരണം അത്രയും വേഗത്തിൽ റഡാറിന് പിടിക്കാൻ പറ്റില്ല അത്, അതിൻ്റെ ഇമേജ്. അങ്ങനെയുള്ള സാധനങ്ങളെയും തകർക്കാൻ ഈ S-500 എന്ന സംവിധാനം കൊണ്ട് നമുക്ക് സാധിക്കും. പിന്നെ അതുകൂടാതെ Su-57 അതും വരുന്നുണ്ട്. അതുപോലെ സുഖോയ് പോർവിമാനമാണ്. അതുപോലെ സുഖോയ് S-35 ഇങ്ങനെയുള്ള അതായത് സാർ 4ാം തലമുറ 5ാം തലമുറ പോർവിമാനങ്ങളാണ് വരികയാണ്. ഏറ്റവും അവിടെയാണ് ഈ F-35 ഇന്ത്യക്ക് തരാം, വേണമെങ്കിൽ തരാമെന്നൊക്കെ അമേരിക്ക പറഞ്ഞിരുന്നു. പക്ഷെ അത് നമ്മൾ വേണ്ടെന്ന് വെച്ചു. അതാണ് സുഖോയ് Su-35, അത് വരാൻ പോവുകയാണ്. പിന്നെ എയർ ടു എയർ ആയിട്ടുള്ള R-37 എന്ന് പറഞ്ഞാൽ എയറിൽ മാത്രമേ പോകൂ. അതുപോലെ S-500 ഞാൻ നേരത്തെ പറഞ്ഞതും വരികയാണ്. അത് ഈ സുദർശന ചക്രയുടെ ലേറ്റസ്റ്റ് വെർഷൻ. ഇനി എന്ന് പറഞ്ഞ Su-57 വരിക. അതെന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഫ്ലാഗ്ഷിപ്പ് സ്റ്റെൽത്ത് വിമാനം, റഡാറിന്റെ കണ്ണ് വെട്ടിക്കാൻ ശേഷിയുള്ള സ്റ്റെൽത്ത് എന്ന് പറഞ്ഞ 5ാം തലമുറ കണ്ണ് വെട്ടിക്കാൻ ഒരു റഡാറിനും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് സാർ ഈ ശബ്ദത്തെക്കാൾ വേഗത്തിൽ ഹൈപ്പർസോണിക് എന്ന് പറഞ്ഞത് ഈ Su-35 ഇപ്പൊ പറഞ്ഞ വിമാനമാണ്. അതെ. ഇനി ഒന്നും കൂടെ ഉണ്ട്. ഇതൊരു Su-57 എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്ലാഗ്ഷിപ്പ് വിമാനം. Su-35 അല്ല, Su-57 അവരുടെ ഫ്ലാഗ്ഷിപ്പ് വിമാനം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അവരുടെ അഭിമാനമായിട്ടുള്ള വിമാനമാണ്. അതും നമുക്ക് തരിക. സാധാരണ അങ്ങനെ കൊടുക്കാറില്ല അവര്, കാരണം നമ്മളെ റഷ്യയെ പോലെ ആവില്ല നമ്മളും. അത് തരുമ്പോൾ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ തരുന്നതാണ് എന്ന് പറയുന്നുണ്ടോ? കാരണം അതിന്റെ നിർമ്മാണമൊക്കെ ഇന്ത്യയിൽ വെച്ച് തന്നെ നിങ്ങൾ നടത്തിക്കൊള്ളൂ എന്ന് പറയുമ്പോൾ റഷ്യ അതിനകത്ത് അമേരിക്കയെ പോലെ കണ്ടീഷൻ വെക്കുന്നില്ല. ഒരു കണ്ടീഷനും സാങ്കേതിക വിദ്യ ഉൾപ്പെടെ കൈമാറുകയാണ്. പെട്രോളിന്റെ കാര്യത്തിൽ നിങ്ങൾ മേക്ക് ഇൻ ഇന്ത്യയിലും ആത്മനിർഭർ ഭാരതിലും ഒക്കെ ഉൾപ്പെടുത്തിയത്. അതെ, നമ്മൾ ഓർക്കണം, എണ്ണ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കുന്നത് നമ്മൾ ഡോളർ കൊടുക്കണം, രൂപയൊന്നും വേണ്ടെന്ന് പറയും. റഷ്യ ഒരു കണ്ടീഷനും വെക്കുന്നത്, നിങ്ങൾ രൂപയുള്ളെങ്കിൽ അത് മതി. ഓക്കെ, ഇത് ആരാപ്പം നല്ല അയൽക്കാരൻ? നല്ല അയൽക്കാരൻ റഷ്യ തന്നെയാണ്. അത് തന്നെയാണ്. അപ്പോൾ ചൈനയുമായിട്ട് വേറെ വശത്തോട് അടുക്കുകയാണ്. അപ്പോൾ ചൈനയെ വളരെ താല്പര്യപൂർവ്വമാണ് പ്രധാനമന്ത്രിയെ കണ്ടത്. ചൈന പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് നിൽക്കണം, അമേരിക്കയുടെ ഭീഷണിയെ നമുക്ക് ചെറുക്കാം. ഇതൊക്കെ കൂടെ വരുമ്പോൾ പാകിസ്ഥാൻ ഇവിടെ ഈ റീജിയനിൽ ജിയോ പൊളിറ്റിക്കലി ഒറ്റപ്പെടാൻ പോവുകയാണ്.
അപ്പോൾ അതും കൂടെ ഇനി ചൈന നമ്മുടെ സോവിയറ്റ് യൂണിയൻ്റെ നിർമ്മിത ഈ വിമാനങ്ങൾ അതിർത്തി കടന്നു പോയാലും ഒന്നും ചെയ്യില്ല. ഇപ്പോൾ ആ ഫ്ലൈറ്റ് നമ്മൾ തമ്മിലുള്ള എയർ ടു എയർ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ യുദ്ധവിമാനങ്ങളല്ല, അല്ലാത്ത വിമാനങ്ങൾ വഴിയുള്ള ബെയ്ജിങ്ങിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ് വീണ്ടും പുനരാരംഭിക്കാൻ പോകും. ഇതെല്ലാം കൂടെ വരുമ്പോൾ ഇന്ത്യയുടെ ഈ ദിഗ്വിജയം തന്നെയാണ് ഇവിടെ സത്യമായിട്ട് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഇഗോർ കൊറോട്ട് പറയുന്നത് ഏതാണ്ട് വാസ്തവമാണ്. മറ്റൊരു നമ്മൾ CPIയും CPMും CPM-MLും വിചാരിക്കാത്ത വിപ്ലവം ഇപ്പം നരേന്ദ്രമോദി ഇന്ത്യൻ മണ്ണിൽ സോവിയറ്റ് സഹായത്തോടുകൂടി കൊണ്ടുവരികയാണ്. കണ്ടോ കമ്മ്യൂണിസ്റ്റുകളെ, ഇത് കണ്ടു പഠിക്കുക എന്ന് മാത്രമേ പറയാം.